നീ അങ്ങനെ പറയണ്ട. പകരം ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കാരണമായി എന്ന് പറയുക. കാരണം അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നതിന് എന്താണ് ഉറപ്പുള്ളത്? അതെ, മഹാനായ അബ്ദുല്ലാഹിബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തിൽ നടന്ന ഒരു കഥയാണിത്. മഹാനവറുകൾക്ക് പേർഷ്യൻ വംശജയായ ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി അവർ എഴുന്നേറ്റ് ഉളുവെടുത്തുകൊണ്ട് നിസ്കാരത്തിനായി നിൽക്കുകയാണ്. നിസ്കാരമൊക്കെ കഴിഞ്ഞതിനു ശേഷം ആ പെൺകുട്ടി നിറകണ്ണുകളോടെ സുജൂദിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, അല്ലാഹുവേ, നീ എന്നെ സ്നേഹിക്കുന്നത് മുൻനിർത്തി എൻ്റെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണമേ. മഹാനായ അബ്ദുല്ലാഹിബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ വീട്ടിലെ ഒരു മുറിയിലെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. ഉടനെ ആ പെണ്ണിന് തിരുത്തി കൊടുക്കുകയാണ്, മോളെ, നീ അങ്ങനെ പറയരുത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കാരണമായി എന്ന് പറയുക. കാരണം അവൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതിന് ഉറപ്പൊന്നുമില്ലല്ലോ. അപ്പോൾ ആ പെണ്ണ് കൊടുത്ത മറുപടി, അവൻ എന്നെ സ്നേഹിക്കുന്നില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ പാതിരാത്രി എന്നെ അവൻ ഉണർത്തി അവൻ്റെ മുമ്പിൽ നിർത്തുമായിരുന്നില്ല. എന്നെ ഒരു മുഅ്മിനത്തായി അവൻ സൃഷ്ടിക്കുമായിരുന്നില്ല. ഈ പെണ്ണിൻ്റെ മറുപടി കേട്ട് മഹാനായ അബ്ദുല്ലാഹിബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മോളെ, നിനക്ക് പോകാം. അള്ളാഹുവിൻ്റെ പ്രീതിക്കായി നീ ഇന്ന് മുതൽ സ്വതന്ത്രയാണ്. ഉടനെ ആ പെണ്ണ് പറയുന്നു, നിങ്ങൾ എന്തു പണിയാണ് കാണിച്ചത്? ഇതുവരെ എനിക്ക് 2 പ്രതിഫലമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം ഞാൻ 2 യജമാനന്മാരുടെ അടിമയായിരുന്നു. പക്ഷേ ഇന്നു മുതൽ ഞാൻ ഒരു യജമാനൻ്റെ അടിമ മാത്രമാണ്. എൻ്റെ ചെറിയ യജമാനൻ്റെ മോചനമാണ് ഇത് എങ്കിൽ എൻ്റെ വലിയ യജമാനൻ്റെ മോചനം എങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് ആർത്തട്ടഹസിച്ച് നിലത്ത് വീണ് ഈ ലോകത്തോട് വിട പറയുകയാണ്. സ്നേഹം ലഹരിയായാൽ അങ്ങനെയാണ്. അതും ഒരു സൃഷ്ടിക്ക് സൃഷ്ടാവിനോടുള്ള സ്നേഹമാണ് ഇങ്ങനെ ലഹരിയാകുന്നതെങ്കിൽ അതെത്ര മനോഹരമാണ്.